بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم أنه قال لا يستقيم إيمان عبد حتى يستقيم قلبه ولا يستقيم قلبه حتى يستقيم لسانه. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഹൃദയം നന്നാവാതെ ഒരാളുടെയും ഈമാൻ നന്നാവൂല, നാവ് നന്നാവാതെ ഒരാളുടെയും ഹൃദയവും നന്നാവൂല. ഹൃദയം ശുദ്ധിയാകുമ്പോഴാണ് ഈമാനിൻ്റെ പൂർത്തീകരണം, കമാലിയത്ത് ഉണ്ടാവുക. ആ ഈമാൻ നന്നാകണമെങ്കിൽ ഹൃദയം ശുദ്ധിയാവണം. ഹൃദയം ശുദ്ധിയാകുന്നതിന് ആദ്യം നാവ് ശുദ്ധിയാവണം. മനുഷ്യൻ്റെ നാവ് വളരെ നല്ലതും അതിനേക്കാൾ അപകടകാരിയുമാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് രാജാവ് പറഞ്ഞു, ഒരു ജീവിയുടെ ഏറ്റവും നല്ല അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു മൃഗത്തിൻ്റെ നാവറുത്തു കൊണ്ടു കൊടുത്തു. ഏറ്റവും മോശപ്പെട്ട അവയവം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴും നാവിനെ കൊണ്ടു കൊടുത്തു. ചോദിച്ചു, എന്തേ രണ്ട് സ്വഭാവമുള്ള, രണ്ട് വിശേഷണങ്ങളുള്ള ഒരവയവം? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രഭോ, നാവ് ശുദ്ധിയാണെങ്കിൽ അതിനേക്കാൾ നല്ല ഒരവയവം വേറൊന്നുമില്ല. പക്ഷേ ആ നാവ് വൃത്തികേടായാൽ അതിനോളം വൃത്തികെട്ടത് വേറൊന്നുമില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രണ്ട് അവയവങ്ങൾ, ആ അവയവങ്ങളെ തൊട്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന് മനുഷ്യൻ്റെ നാവാണ്, മറ്റൊന്ന് മനുഷ്യൻ്റെ ലൈംഗിക അവയവമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാവ് അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും ആളുകൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. എല്ലില്ലാത്ത അവയവമാണ് നാവ്. എങ്ങോട്ട് തിരിക്കാനും എന്തു പറയാനും, എത്ര നല്ല മദ്ഹ് പറയാനും എത്ര വൃത്തികെട്ട ചീത്ത വാക്കുകൾ പറയാനും നാവ് കൊണ്ട് സാധ്യമാകും. മനുഷ്യർക്ക് അല്ലാഹു തആല സ്വയഷ്ടം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ട് നല്ലത് മാത്രം പറയാൻ നാവ് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഖൽബ് ശുദ്ധിയാവും. ഹൃദയശുദ്ധീകരണം ഹൃദയശുദ്ധിയില്ലാത്ത ഒരാളുടെയും അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കില്ല. ഹൃദയം ശുദ്ധിയാകണമെങ്കിൽ ആദ്യം നമ്മുടെ നാവ് ശുദ്ധിയാവണം. നാവ് ശുദ്ധിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കർമ്മങ്ങളൊക്കെ ശുദ്ധിയാകും. കർമ്മഫലങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത് ഹൃദയ ശുദ്ധീകരണം ഉണ്ടാകുമ്പോഴാണ്. ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മുടെ നാവ് ശുദ്ധിയാവണം. നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണം. അങ്ങനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന അബദുകളായിട്ട് നമുക്ക് മാറണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു